ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ പ്രഥമൻ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ പരിപ്പ് പായസം. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ചെറുപയർ പരിപ്പ് എടുത്ത് നന്നായി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചെറുപയർ പരിപ്പ് നല്ല ബ്രൗണായി വറുത്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. പരിപ്പ് നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. കുക്കറിലാണ് പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ടാണ് ഈ പ്രഥമൻ ഉണ്ടാക്കുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിനി 2-3 വിസിൽ ഇട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് വേവാനായിട്ട് വെക്കാം. ഒരു 3 വിസിൽ മാത്രം മതി. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പൗഡറാണ് പ്രഥമന് ഉപയോഗിക്കുന്നത്. 3/4 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കി വെക്കാം. കോക്കനട്ട് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൗഡർ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അഥവാ ഫ്രഷ് തേങ്ങ ഉപയോഗിക്കുമെങ്കിൽ ഒരു ഫുൾ വലിയ തേങ്ങയുടെ പാൽ എടുത്തിട്ട് പ്രഥമനിൽ ഒഴിക്കുക. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ പ്രഥമൻ ഉണ്ടാക്കുന്നത്. പരിപ്പ് നന്നായി വന്നിട്ടുണ്ട്. എന്നാലും നന്നായിട്ടൊന്ന് ഇതിങ്ങനെ ഉടച്ചിട്ടെടുക്കുക. ഇനി അഥവാ കുറച്ച് വേവ് കുറവാണെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ശർക്കര ഒഴിക്കാം. ശർക്കര നന്നായി തിളക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇതിലേക്ക് ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പായസം റെഡിയായി. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തിടാം. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആകെ 10 മിനിറ്റ് പോലും എടുത്തില്ല. പായസം റെഡി. 1 ടേബിൾ സ്പൂണ് പശു നെയ്യ് ഒഴിക്കുക. പശു നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനി പായസത്തിലേക്ക് ചേർക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പായസത്തിലേക്ക് ചേർക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന കുക്കർ പായസം റെഡിയായി. 10 മിനിറ്റ് ആക്കി എടുത്തിട്ടുള്ളൂ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാനായിട്ട്. അത്രയും എളുപ്പത്തിൽ പരിപ്പ് പ്രഥമൻ കുക്കറിൽ ഉണ്ടാക്കാം. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. എത്ര എളുപ്പത്തിലാണ് കുക്കറിൽ പ്രഥമൻ ഉണ്ടാക്കിയിരിക്കുന്ന പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാൻ കഴിയും. ആകെ 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഈ പ്രഥമൻ ഉണ്ടാക്കാൻ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.